മഴ മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കോട്ട് കൊടുത്തില്ല, ഹെൽമെറ്റ് കൊടുത്തില്ല. നിങ്ങൾ ഒരു പോക്കറ്റ് റോട്ടിൽ കൂടെ ഉണ്ടോ പോണത്. പക്ഷെ ഗൈസ് മഴ കിട്ടി ഗൈസ്. ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് മഴയത്ത് പോവാം, മഴയത്ത് പോവാം. അപ്പൊ ഉമ്മി സമ്മതിക്കാണ്ടായിരുന്നു, വേണ്ട വേണ്ട മഴയത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാർ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ബൈക്കിൽ തന്നെ പോയിട്ട് വരാന്ന്. അപ്പൊ അത് ഒരു മഴ കൊള്ളാൻ വേണ്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും ഈ ഒരു ആഗ്രഹമൊക്കെ. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ നമുക്ക് അത് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞങ്ങൾ നല്ല മഴയും കണ്ടുപോകും. നല്ല രസല്ലേ. ഇവിടുത്തെ പുഴയിലൊക്കെ ഇപ്പൊ കലിഞ്ഞ വെള്ളമായിട്ടുണ്ട് കേട്ടോ. നല്ല രസം. അതെ ചോലയില് ഫുള്ള് ഗപ്പിയാണ്. ഗപ്പി ഫിഷില്ല. അവിടെ പോയി വാങ്ങാണെങ്കിൽ ഒരു ഗപ്പി ഞങ്ങൾ ഇവിടെ ആ ചോലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പിടിക്കും. എന്നിട്ട് നിങ്ങൾ 4 രൂപക്ക് വിൽക്കോ? ഓ വാങ്ങൂല, നിങ്ങക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പൊ നിങ്ങ പിടിച്ച് നിങ്ങളുടെ അക്വേറിയത്തിലിടോ? അക്വേറിയല്ലോ, ടാങ്ക് ഒക്കെ അല്ലേ? നേരത്തെ ചെറുതായിട്ട് മഴ പെയ്തുള്ളൂ, ഇപ്പൊ നല്ല മഴ ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങക്ക് ചെല്ലുമ്പോ നല്ല ചീത്തയ്ക്കും. കാരണം പനി പിടിച്ചാ പിന്നെ പറയണ്ട. പക്ഷെ ഇവിടെ നല്ല മഴയായി, കേറി നിക്കാനൊരു സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിൽച്ചായി മെയിൻ റോട്ടിൽ കയറിയപ്പോൾ നല്ല മഴയായിട്ട്. അപ്പോൾ വണ്ടിയിൽ പോകാൻ പറ്റാത്ത കാരണം നമുക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പം നല്ല മഴയത്ത് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ കടികളും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഓരോ കടിയുടെയും മിച്ചിങ്ങനെ പറഞ്ഞിരുന്നു ഇതാണ് പേര് എന്നുള്ളത്. ഇത് സ്ട്രിപ്സ് ആയിരുന്നു, പക്ഷെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചിക്കൻ കൽമാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. ആ പേരും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതും കഴിച്ചു നോക്കി. അത് എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷെ ഇച്ചാക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കടികളൊക്കെ കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ മഴയത്ത് പിന്നെ കയറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് കേട്ടോ. ആ നേരത്താണ് എൻ്റെ കാലിനിടയിൽ ഒരു പൂച്ച വന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ച് പിന്നെ കാലൊക്കെ പൊക്കി വെച്ചാൽ അവിടെ ഇങ്ങനെ ഇരുന്ന്. പിന്നെ ബാക്കിയുള്ള കടികളും കഴിച്ച് കഴിയണമല്ലോ. ഫുഡ് അടി കഴിഞ്ഞിട്ട് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ ദേ വീണ്ടും അടിപൊളി മഴ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനിയും പോകാൻ പറ്റില്ല. അപ്പോൾ ഇച്ച പറഞ്ഞാൽ എന്നാൽ പിന്നെ അടുത്ത കടിയും കൂടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ദേ 3 കടികൾ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് എന്താണ് ചിക്കൻ കബാബ്. അപ്പൊ ഉമ്മിക്കുള്ളതും കൂടെയും പാർസൽ ചെയ്ത് ഞങ്ങൾ നേരെ ഇനി എവിടെ പോണ്? ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. മഴ കാരണം ഇവിടെ കയറിയതാണ് കേട്ടോ. ഇനി നമ്മള് നേരെ പോകുന്നു എവിടേക്ക് ഗൈസ്? നല്ല മഴക്കാരല്ലേ? നല്ല അറിയുമ്പോ നല്ല അതെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.